അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ റമദാനിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പരാമർശിക്കുന്നുണ്ട്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ വിശുദ്ധമായ റമദാനിലാണ് വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്ത് നമുക്ക് സൂറത്തുൽ ബഖറയിലാണ് കാണാൻ കഴിയുക. സൂറത്തുൽ ബഖറ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂക്തമാണ്, അധ്യായമാണ്. ഏറ്റവും വലിയ അധ്യായം കൂടിയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആയത്ത് അതും നിലകൊള്ളുന്നത് സൂറത്തുൽ ബഖറയിലാണ്. ഇങ്ങനെ വിശ്വാസികളുടെ നിഖില മേഖലകളെ പരാമർശിക്കുന്ന നിരവധി ചരിത്രങ്ങളും അധ്യായങ്ങളും അതുപോലെ തന്നെ കഥകളും പാഠങ്ങളും സാംസ്കാരിക സാമൂഹിക മേഖലകളിലൊക്കെ മനുഷ്യർ എങ്ങനെയായിത്തീരണം എന്നതിനെക്കുറിച്ച് കൃത്യമായ അടയാളപ്പെടുത്തലുകൾ സൂറത്തുൽ ബഖറ പരാമർശിക്കുന്നുണ്ട്. വിശുദ്ധമായ ആയത്തുൽ കുർസി, അതുപോലെ തന്നെ ആമൻ റസൂൽ തുടങ്ങുന്ന ആയത്തുകളും ഈ വിശുദ്ധ ഖുർആനിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ വിശ്വാസിയുടെ എല്ലാ മേഖലകളെയും തൊട്ടുണർത്തുന്ന രീതിയിലുള്ള അധ്യാപനങ്ങളാണ് സൂറത്തുൽ ബഖറ നമ്മോട് സംവദിക്കുന്നത്. അതിൻ്റെ തുടക്കം തന്നെ നമ്മളൊന്ന് പരിശോധിക്കൂ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്. അതിൻ്റെ ആ ഒരു സൗകുമാര്യത, അതിൻ്റെ ആ ഒരു സൗന്ദര്യം എത്രത്തോളമുണ്ട് എന്നത് ഭാഷാ പണ്ഡിതന്മാർക്കിടയിൽ അതിനെ വർണ്ണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പറയുന്നു ഹുദല്ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം ഇത് മുത്തഖീങ്ങൾക്ക് മാർഗദർശിയാണ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ സാമൂഹിക, സാംസ്കാരിക, വൈയക്തിക, ദാമ്പത്യ ജീവിതങ്ങളിലൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മോട് സംവദിക്കുന്നുണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിവാഹം എന്ന് പറയുന്നത്. അവിടെ താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ പിണക്കങ്ങളുടെ പേരിലൊക്കെ ദാമ്പത്യ ജീവിതങ്ങൾ കോടതി മുറികളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ ബഖറയിലൂടെ നമ്മോട് പറയുന്നുണ്ട്, വലാ തൻസുൽ ഫദ്ല ബൈനക്കും. നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളെ അല്ലെങ്കിൽ പിണക്കങ്ങളെ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഫളിനെ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന ആ പരസ്പര സ്നേഹ വായ്പകളെ, കൊടുക്കൽ വാങ്ങലുകളെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ വിശുദ്ധ ഖുർആൻ ഫളിൽ എന്ന പദത്തെയാണ് ഉപയോഗിച്ചത്. ശരിക്കും അതില് നീതി എന്ന് ഉപയോഗിക്കാമായിരുന്നു. നീതി എന്ന് പറയുമ്പോൾ തൻ്റെ പാർട്ണറോട് ചെയ്യേണ്ട കടപ്പാട് അല്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളായിത്തീരുന്നു. പക്ഷേ നാം ഓരോരുത്തരും നമ്മുടെ വൈയക്തിക ജീവിതങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതങ്ങൾക്കിടയിൽ നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നത്, നമ്മുടെ പാർട്ണറോട് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോട്, നമ്മുടെ ഇണയോട് നമ്മൾ കാണിക്കുന്നത് ഒരിക്കലും ഒരു കടപ്പാട് എന്നതല്ല, മറിച്ച് ഒരു തരത്തിലുള്ള സ്നേഹമസൃണമായ പ്രവർത്തനങ്ങളാണ്, ഒരു കൊടുക്കൽ വാങ്ങലുകളാണ്. വളരെ സ്നേഹത്തിൽ ചാലിച്ചിട്ടുള്ള താലോലിതമായി കിടക്കുന്ന ഒരു കൊടുക്കൽ വാങ്ങലുകളാണ് നമ്മുടെ ഈ ദാമ്പത്യ ജീവിതത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ വലാ തൻസുൽ ഫദ്ല ബൈനക്കും, നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ പിണക്കങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾക്കിടയിൽ പരസ്പരം 100 നന്മകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നന്മകളെക്കുറിച്ച് നിങ്ങൾ നിരന്തരം ഓർക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെയധികം സുന്ദരമായി തീരും. ഇങ്ങനെ അമാനത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ സാമ്പത്തികമായ മേഖലകളിൽ നമ്മൾ ഇടപെടുമ്പോൾ അവിടെ നമ്മൾ സാമ്പത്തികമായ ശുദ്ധി കൈവരിക്കണമെന്നും സാമ്പത്തിക ബാധ്യതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ പലിശയിലേക്ക് നമ്മൾ അനാവശ്യമായി അല്ലെങ്കിൽ പലിശയുമായി ഏർപ്പെടുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മോട് പറയുകയാണ്, നിങ്ങൾ ചെയ്യേണ്ടത് അമാനത്തായി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുകയും നമ്മൾ ആരാണോ അമാനത്തായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് അത് അമാനത്ത് എന്ന രൂപത്തിൽ തിരിച്ചേൽപ്പിക്കാനും നമുക്ക് സാധിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. സൂറത്തുൽ ബഖറ എന്നെ പറയാണ്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. എല്ലാ ജ്ഞാനങ്ങളും ഞാൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി, മനുഷ്യർക്ക് നൽകുകയുണ്ടായി. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു, അറിവുകൾ നൽകിയപ്പോൾ ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയായി തീരുകയാണ്. അപ്പോൾ ഉസ്ജുദൂലി ആദമ എന്ന് മലക്കുകളോട് അള്ളാഹു പറയുന്നു. അത് ആ ജ്ഞാനമുണ്ടായി എന്ന ആ ഒരു ആദരവിൻ്റെ പേരിൽ, ബഹുമാനമുണ്ടായതിൻ്റെ പേരിൽ മലക്കുകൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ നാം ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഫഅബാ വസ്തക്ബറ. ആ ഒരു സാഹചര്യത്തിൽ അനാവശ്യമായൊരു ദുർവാശി അല്ലെങ്കിൽ ഒരു വാശി പിടിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ
ഒരു ഭൗതിക ശാസ്ത്രത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒരു ബുദ്ധി കൊണ്ട് അളക്കാൻ ശ്രമിച്ചപ്പോൾ ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ, എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ഒരു ആദമിന് ഞാൻ സുജൂദ് ചെയ്യുകയോ എന്ന ഒരു ബുദ്ധിശൂന്യമായ ഒരു വാദവുമായിട്ട്, ഒരു ന്യായീകരണവുമായിട്ട് ഇബ്ലീസ് അവിടെ കടന്നു വരികയും, പക്ഷേ ആ ന്യായീകരണത്തിലൂടെ, അനാവശ്യമായ വാശിയിലൂടെ, ഒരു ദുർവാശിയിലൂടെ അദ്ദേഹം വഴിപിഴച്ചവനായി പോവുകയും ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള നല്ല ജീവിതങ്ങളെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയണം. അനാവശ്യമായ, മനസ്സിനിണങ്ങാത്ത മാനസികമായ രോഗങ്ങളെ തൊട്ട് മുക്തമാകാൻ നാം ഈ റമദാനിനെ വരവേൽക്കേണ്ടതുണ്ട്. ഇതിനെ ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറയുന്നുണ്ട്. നിങ്ങൾ ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്, എങ്ങനെയാണ് ആ രൂപത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുക? ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, നിങ്ങൾ എന്നോട് നിരന്തരം പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ തീർച്ചയായും നിങ്ങൾ അടുത്ത് തന്നെയാണ്. എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? സൂറത്തുൽ ബഖറ തന്നെ പറയുകയാണ്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ. നമ്മൾ ഓരോരുത്തരും, നമുക്കൊക്കെയും രണ്ട് ജീവിതങ്ങളുണ്ട്. ഈ ദുന്യവിയായ ഒരു ജീവിതവുമുണ്ട്, നാളെ ആഖിറവുമുള്ള ജീവിതവുമുണ്ട്. ഈ രണ്ട് ലോകത്തും നമുക്ക് വിജയം കൈവരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റബ്ബന ആതിന ഫിദ്ദുനിയ, നമുക്ക് ദുനിയാവിലും ഹസനത്ത് ഉണ്ടാവണം, ആഖിറത്തിലും ഹസനത്ത് ഉണ്ടാവേണ്ടതുണ്ട്. ആ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ കൈവരിക്കണം. മാത്രമല്ല, എന്നിട്ട് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ വത്തഖൂ യൗമൻ തുർജഊന ഇലല്ലാഹ്, ഏറ്റവും അവസാനം വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട ആ ആയത്തും നമ്മുടെ വിശുദ്ധ സൂറത്തുൽ ബഖറയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. അവിടെയും നമ്മോട് പറയുകയാണ്, വത്തഖൂ, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരിക്കണം നയിക്കേണ്ടത്. അതിന് ഈ റമദാൻ നമുക്ക് സാധിച്ചെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇരു ലോകത്തും ഉള്ള വിജയികളിൽ നമ്മേവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.